വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ചെന്നൈയിൽ പുതിയൊരു പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പോരൂർ വെറ്റ്ലാൻഡ്. അപ്പോൾ അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. പാർക്കിംഗ് സ്പേസ് അടിപൊളി പാർക്കിംഗ് സ്പേസ് ആണ്, നല്ല സ്പേസ് ഉണ്ട്. അതന്നെ ഒരു പാർക്കാൻ പറ്റുന്ന അത്രയും സൗകര്യമുള്ള പാർക്കിംഗ് സ്പേസ് ആണ്. ഇതാണ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഒരു എൻട്രി, ഒരു ലുക്ക് അങ്ങനെയാട്ടോ വരുന്നത്. ഇപ്പം എൻട്രി ഫ്രീ ആണ്, ടിക്കറ്റ് ഒന്നുമില്ല. പക്ഷേ ഭാവിയിൽ അവർ ടിക്കറ്റ് വെക്കാൻ ചാൻസ് ഉണ്ട്, കാരണം വെച്ചാൽ ടിക്കറ്റ് കൗണ്ടറൊക്കെ അവൈലബിൾ ആണ് അവിടെ. അപ്പോൾ മേ ബി അത് ഫ്യൂച്ചർ പ്ലാൻസ് ആയിരിക്കാം. പിന്നെ വേറൊരു മെയിൻ ഹൈലൈറ്റിൻ്റെ കാര്യം എന്താ വെച്ചാൽ, മാപ്പിൽ നമ്മൾ ഇട്ടിട്ട് വരുന്ന സമയത്ത് തെറ്റായ മാപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഞങ്ങൾ മാപ്പ് ഇട്ട സമയത്ത് നമ്മൾ രാമചന്ദ്ര ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. അതിനുശേഷം മനസ്സിലായത് അവിടെയല്ല, പക്ഷേ രാമചന്ദ്ര ഹോസ്പിറ്റലിൻ്റെ സെയിം ലൈനിലാണ് വരുന്നത്. അവിടുന്ന് കുറച്ച് മുന്നിലേക്ക് വരണം. അരളി കണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, പക്ഷേ ചെന്നൈയിൽ അരളി ഒരുവിധം എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതൊരു സിറ്റീൻ്റെ ഉള്ളിലാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. അത്രക്കും പച്ചപ്പാണ്, നല്ലൊരു ഓക്സിജൻ കിട്ടിയാൻ പറ്റിയ കറക്റ്റ് സ്ഥലം ഒന്നും അറിയില്ല. ഇതിൻ്റെ സൈഡിലെ ഫുൾ ഫ്ലാറ്റ്സും പാർക്ക്, പക്ഷേ പരന്ന് കിടക്കുന്ന പച്ചപ്പും ആ ഒരു സൈലൻസും നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം. കാരണം നമുക്കൊരു ബിസി ലൈഫ് ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് നേച്ചറിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നടന്നു വരുമ്പോൾ തന്നെ നല്ല കാറ്റും പച്ചപ്പും മരം പിന്നെ പക്ഷികൾ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്കുള്ളിൽ പോയി നോക്കാം വേറെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. കയറി ഉടനെ വരുന്നൊരു വ്യൂ ആണ് ഇത്. ഇങ്ങനത്തെ ഒരു പാത്താണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ പുറത്തത്തെ കൺട്രീസിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു വുഡൻ പാത്ത് പോലത്തെ പാത്താണ് വരുന്നത്. ഫുൾ പച്ചപ്പിൻ്റെ നടുക്കൂടെ അങ്ങനത്തെ ഒരു പാത്ത് കാണുമ്പം നല്ല രസമാണ് ശരിക്കും. ആരും അതിന് ഭംഗി കൂടുതൽ കൂട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പച്ചപ്പുല്ല് കണ്ടോടത്തൊക്കെ ഉണ്ട്. ബേസിക്കലി ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാടിനെ അവരുള്ളത് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും അതാണല്ലോ വേണ്ടത്. സാധാരണ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കാടൊക്കെ വെട്ടി മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ പാർക്ക് ഉണ്ടാക്കാൻ നടക്കുന്ന സമയത്ത് എനിക്ക് ഇവരെ കാര്യത്തിൽ ഇത് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ ഇവരുള്ള കാടനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഇതൊക്കെ ഓൾറെഡി ഉള്ള സാധനങ്ങളാണ്, പക്ഷേ അവർ അതന്നെ അതിൻ്റെ നടുവിലൊരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അവിടുന്ന് പിന്നെ ഒരു വ്യൂ ഒക്കെ ആയിട്ട് അവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് പ്ലാൻസ് ഉള്ളത്, അതിൻ്റെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീൻ്റെ കൂടെയൊക്കെ പോയി ഒരു വാക്കിന് പോയി വരാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാട്ടോ. നമ്മൾ ഭയങ്കര ബിസി ഷെഡ്യൂളിൻ്റെ നടുക്കൂടെ ഇതിപ്പം കംപ്ലീറ്റ് ഫ്ലാറ്റ്സിൻ്റെയും സൈഡിലൊരു ഹോസ്പിറ്റൽ സിറ്റീൻ്റെ നടുവിലാട്ടോ ഇതിങ്ങനെ ഒരു ഇത്രയും പച്ചപ്പുള്ള പരവതാനി പോലത്തെ സംഭവം കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ ഉള്ളിൽ അത്രക്കും കാറ്റും നിശബ്ദതയും അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ വരും. നമ്മൾ ആ നേച്ചറിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്യാനും ഒന്ന് റീഫ്രഷ് ആവാനും ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വാക്ക് പോയിട്ട് വരാൻ പറ്റിയത്. ഇരുന്ന് സംസാരിക്കാൻ വേണ്ടത്ര സ്റ്റോൺ ബെഞ്ചസ് ഉണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതവിടെ ഒരു ലേക്ക് വ്യൂ പോലെയാണ് വരുന്നത്. ഒരു ലേക്ക് ഉള്ളത് പോലെ അവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ അവിടെ ഒരു വ്യൂ പോലെ വെച്ചിട്ടാണ്. ആമ്പൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, അവരുള്ളത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പക്ഷെ അതിൻ്റെ അകത്ത് കുറേ റിനോവേഷൻ ചെയ്തൊരു രീതി. ഈ ഒരു പാത്ത് വേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലേ. ആ ഒരു പാത്ത് വേ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ പോയത് ഒരു 4 മണി ആ സമയത്താട്ടോ. 4 മണി വെച്ചാൽ വെയിൽ കുറച്ചൊന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ഒരു രാത്രിത്തെ ഒരു വ്യൂവും കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങൾ പോയത് 4 മണിക്ക്. പക്ഷേ പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഒരു ഏകദേശം സൺസെറ്റ് ആയി വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കുറച്ച് നേരം മുന്നിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പോയപ്പം, ബിക്കോസ് ഇപ്പം വെക്കേഷൻ ആണല്ലോ എല്ലാവർക്കും. ഇതൊരു ലേക്ക് വ്യൂ പോയിൻറ്റ്, അങ്ങനത്തെ ഒരു പോയിൻ്റ് പോലെ അങ്ങനെ ഒരു സ്ഥലം വെച്ചതാണ്. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഇരിക്കാനുള്ളൊരു സൗകര്യം അവർ വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിൽ നടക്കുന്ന സമയത്തും ഇവിടെ കുറേ മീനിനെ കാണാൻ പറ്റും. ആക്ച്വലി ഇവിടെ വന്നാൽ നമുക്ക് ബേർഡ്സിനെ കാണാൻ പറ്റും, മീനിനെ കാണാൻ പറ്റും. നല്ല രസമാണ് ഈ ഒരു വ്യൂ എന്ന് പറയില്ല, അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണാനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ നേരെ ഇനിയും മുന്നിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ കണ്ടു സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൺസെറ്റ് കുറച്ചും കൂടി ആയിക്കഴിയുമ്പം നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ ആ അറ്റം വരെ നടക്കുക കേട്ടോ. അപ്പം ഫുൾ ബേർഡ്സിൻ്റെ സൗണ്ടും അങ്ങനെ ഒരു മരവും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നല്ല രസമാണ് ശരിക്കും. ഈ ഒരു നടു കൂടെ പാത്ത് വേ കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളെ മൈൻഡ് ഒന്ന് ക്ലെൻസ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാട്ടോ. ഇതാണ് എൻഡ് വരുന്നത്. നിങ്ങൾ ഇതിൻ്റെ മുന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇവർക്ക് വഴിയുണ്ട്, പക്ഷെ അവർ ഇപ്പം ഇതുവരെയാണ് ചെയ്തത്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ. വിഹാന പിന്നെ എവിടെ പോയാലും ഇങ്ങനെ നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം കിട്ടിയാൽ ആൾ ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പം മൂപ്പര് ഫുൾ അതിൻ്റെ ഹാപ്പിയിൽ നടക്കുകയാണ്.
നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും മേലെ ആകാശത്ത് എത്ര ബേർഡ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്നുണ്ട്. രാത്രിയാകുമ്പോൾ സന്ധ്യാസമയം ആകുമ്പോൾ എല്ലാവരും തിരിച്ച് ആ ഒരു മരത്തിലേക്ക് കയറുന്നതിൻ്റെ ഒരു സീന് കാണാൻ പറ്റും. പിന്നെ കുറച്ചൊരു സന്ധ്യയായി തുടങ്ങുന്നുണ്ടായിരുന്നു. അവിടെ വേറെ ഒരു ഗേൾ ബേബിനെ കണ്ടപ്പം വിഹാൻ അങ്ങനെ ഗേൾ ബേബിൻ്റെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ നേരെ മുന്നിലേക്ക് നടന്ന് ഇതാണ് ഒരു സൺസെറ്റിൻ്റെ വ്യൂ. കാരണം ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പം ആ ഒരു വ്യൂവേ മാറി. കറക്റ്റ് 4 മണിക്ക് പോയി എനിക്ക് മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്ക് സൺസെറ്റും കാണാൻ പറ്റും. കണ്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് പെർഫെക്റ്റ് വ്യൂ ആയിരുന്നു. ആ ഒരു ഫീല് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഇതെന്ന് പറയില്ലേ. ഇത് ബാത്റൂം ആട്ടോ, അവിടെ ബാത്റൂമും ഉണ്ട്. ബാത്റൂമിൻ്റെ ഇത് അത്ര ഇതില്ല. ഇപ്പം ശരിക്കും റീസെൻ്റ്ലി തുടങ്ങിയ പാർക്കാണെങ്കിലും അത്ര ഒരു വൃത്തി സംഭവമില്ല. മേ ബി വാട്ടറിൻ്റെ കുഴപ്പമാണോ എന്നും അറിയില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴും കംപ്ലീറ്റ് സൺസെറ്റും എല്ലാ പാർക്കിലും എല്ലാ സ്ഥലത്തും ലൈറ്റൊക്കെ ഇട്ടപ്പോഴുള്ള വ്യൂ വേറെ തന്നെയാണ്. ലൈറ്റ് ഇല്ലാത്തൊരു വ്യൂ വേറെ തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഈ 4 മണി സമയത്ത് പോകുമ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ടോ. ഞങ്ങൾക്ക് ഇപ്പം ലൈറ്റ് ഇല്ലാത്തൊരു ആ ഒരു വൈകുന്നേരം നല്ലൊരു സായന സമയത്ത് നമുക്ക് നടന്ന് വരാനുള്ളൊരു സൗകര്യം, അത് കഴിഞ്ഞ് സൺസെറ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്തേക്കും എല്ലായിടത്തിലും പാർക്ക് ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് പാർക്കിൻ്റെ ഒരു ലുക്കേ മാറി. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മൾ വരുന്ന സമയത്തൊരു ലുക്കല്ല നമ്മളിപ്പോൾ തിരിച്ച് ഇതേ വഴിയിൽ കൂടെ വരുമ്പോൾ വരുന്നത് എന്ന് പറയില്ലേ. വ്യൂ ഒക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ച് നടന്ന് കഴിഞ്ഞാൽ നടക്കാനുള്ള സ്ഥലം മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ആമ്പിൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അതുകൂടാതെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്, ഓപ്പൺ എയർ ജിംനാസിയം ഉണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കോർട്ടിൻ്റെ സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് അത് ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻ ഫ്യൂച്ചറിലുള്ള പ്ലാനിലാണ് അവരത് വെച്ചതെന്നുള്ളത്. ഏകദേശം സന്ധ്യയായ സമയത്ത് ഓൾമോസ്റ്റ് നിറച്ചു ആൾക്കാരായിട്ടോ പാർക്കിലേക്ക്. നമ്മൾ നടക്കുന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാരില്ല. പക്ഷേ ഇത് പ്ലേ ഏരിയയിലാകുമ്പോഴേക്കും സമ്മർ വെക്കേഷൻ ആയതിനെക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു വൈബേ വേറെ തന്നെയുണ്ടോ. നമ്മൾ അവിടെ വന്ന് കഴിയുമ്പം എല്ലാവരും ഫുൾ ആ ഒരു ഹാപ്പി മൂഡ്, കളിക്കാനുള്ളത് ഫോണും അങ്ങനത്തെ ആൻഡ്രോയിഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഫുൾ എൻഗേജ്ഡാണ്. നടക്കാൻ വേണ്ടി വരുന്ന പോലെ അല്ലെങ്കിൽ പാർക്കിൽ നമ്മൾ നേച്ചറായിട്ട് കറക്റ്റ് കണക്ട് ആകാൻ വേണ്ടിയിട്ട് വരുന്ന പോലെ തന്നെ ഇപ്പം മക്കളെ തന്നെ എല്ലാവരും പാരൻസ് കളിപ്പിക്കുന്നതും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ട് അവരെ കൂടെ കളിക്കുന്നതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു രസം എന്ന് പറയില്ല. ക്രൗഡായപ്പോഴും അതിൻ്റെ വേറെ തന്നെ ഒരു രസം എന്ന് പറയും. ഇതാണ് ഞാൻ പറഞ്ഞ ബാഡ്മിൻ്റൺ കോർട്ടും. വിഹാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്, ഉന്തും തള്ളൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ. ഓൾ ഇൻ ഓൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാർക്ക്. നമുക്കൊരിപ്പം നേച്ചറിൻ്റെ കൂടെ അത്രയും ഡെയിലി ഒരു റൂട്ടീൻ്റെ നടുവ് കൂടെ നമുക്ക് വന്നിട്ടൊന്ന് നേച്ചറിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഒരു സ്ഥലമാണ്. പിന്നെ അതുകൂടാതെ മക്കൾക്കാണെങ്കിൽ പാർക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയവർക്കാണെങ്കിൽ ബാഡ്മിൻ്റൺ കോർട്ട്. നമ്മൾ കളിക്കാൻ സാധനങ്ങളും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ അത്രയ്ക്കും സ്പേസ് ഉണ്ട് കളിക്കാൻ വേണ്ടി. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ട് കേട്ടോ. അവർ ഉള്ള കാട് അല്ലെങ്കിൽ ഉള്ള മരം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ ആ ചെയ്തൊരു രീതി ശരിക്കും നല്ല രസമുണ്ട് ഓൾ ഇൻ ഓൾ. നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് അറിയാം ഈ സംഭവം? കാക്കപ്പൊന്ന് പറയുന്നൊരു സംഭവമല്ലേ. പണ്ടൊക്കെ നാട്ടിലിങ്ങനെ കാണുമായിരുന്നു കേട്ടോ. ഇത് കാരണം മറ്റേ ട്രാൻസ്പെറൻറ്റ് പോലത്തെ മഞ്ഞ സാധനം പോലത്തെ. ഞാനിതെടുത്ത് പോയിട്ട് വെയിലത്ത് വെച്ച് നോക്കാനൊക്കെ നോക്കി. പിന്നെ ഒട്ടും തന്നെ കൊണ്ട് ഞാൻ എടുത്ത് ഒഴിവാക്കി. അപ്പം ഓൾ ഇൻ ഓൾ നല്ല അടിപൊളി വൈബാണ് ആ പാർക്ക് പോയി കഴിഞ്ഞാൽ. നിങ്ങൾ പോയിട്ടില്ലേ എന്തായാലും പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. വീക്കെൻഡ്സിൽ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും, പക്ഷേ എന്നാലും കുഴപ്പമില്ല. 4 മണി ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ ലൈറ്റിംഗ് ഇട്ടപ്പം പാർക്കിൻ്റെ ഒരു ലുക്കേ മാറി. അപ്പം വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് സൺസെറ്റ് കാണാൻ പറ്റും. ആ ലേക്ക് വ്യൂവിലൊക്കെ സൺസെറ്റ്, ബേർഡ്സിനെ കാണാൻ പറ്റും, ഫിഷ്. പിന്നെ തിരിച്ച് റിട്ടേൺ വരുമ്പോഴേക്ക് ലൈറ്റൊക്കെ ഇട്ടുള്ള പാർക്കിൻ്റെ വേറെ തന്നെ വ്യൂ കാണാൻ പറ്റും. ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ നല്ല സ്ഥലം കേട്ടോ. വാക്കിങ്ങിനായാലും എക്സസൈസ് അങ്ങനത്തെ പല കാര്യങ്ങൾക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് മറക്കണ്ട. ഇനിയും കുറേ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്.